ബാർക്കോഴ ആരോപണം നിഷേധിച്ച് ബാർ ഉടമ അനിമോൻ പണം പിരിച്ചത് കോഴ നൽകാനായിരുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് അനിമോൻ മൊഴി നൽകി. ശബ്ദരേഖയിട്ടത് ദേഷ്യവും സമ്മർദ്ദവും മൂലമെന്നാണ് അനിമോന്റെ മൊഴി. കെട്ടിടം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് 50 ലക്ഷം രൂപ പിരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തി. ഇതേ തുടർന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമിട്ടതെന്നും അനിമോൻ പറഞ്ഞു. കൃത്യമായി ഇപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല എന്നാണ് അനിമോൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത്. കുറവിലങ്ങാട്ടെ ഹോട്ടലിൽ അന്വേഷണ സംഘം 4 മണിക്കൂറാണ് അനിമോനെ ചോദ്യം ചെയ്തത്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും. അല്ലമീൻ, അനിമോൻ ഒന്നും ഓർമ്മയില്ല, ഇപ്പോൾ ആ ശബ്ദരേഖ കേട്ട നമ്മൾ ആരായി എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കി. ഈ 4 മണിക്കൂർ കൊണ്ട് അനിമോൻ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത്? ഈ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ബാർക്കോഴ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് അനിമോൻ. പണപ്പിരിവ് നടന്നിട്ടുണ്ട്, അത് പക്ഷേ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അസോസിയേഷന്റെ ആസ്ഥാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പിരിവായിരുന്നു നടന്നത്. അല്ലാതെ മദ്യനയത്തിൽ ഇളവിനായി ആർക്കും കോഴ കൊടുക്കാൻ വേണ്ടിയുള്ള പിരിവല്ല നടന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി പണപ്പിരിവുമായി ബന്ധപ്പെട്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപ പിരിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. വലിയ തുക അവിടെ നിന്ന് പിരിഞ്ഞു കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നോട് വലിയ രീതിയിൽ അമർഷവും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിച്ചു. അതിന്റെ ദേഷ്യത്തിലും സമ്മർദ്ദത്തിലുമാണ് ആ ഗ്രൂപ്പിൽ, ആ ഇടുക്കിയിലെ ബാറുടമകളുള്ള ഗ്രൂപ്പിൽ അത്തരമൊരു ശബ്ദ സന്ദേശമിട്ടത്. പക്ഷെ പിന്നീട് അത് ഡിലീറ്റ് ചെയ്തിരുന്നു. അത് നേതൃത്വം ഇടപെട്ട് ആ ശബ്ദ സന്ദേശം ഡിലീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി ഓർമ്മയില്ല എന്നുകൂടി പറയുകയാണ് അനിമോൻ. എന്ന് മാത്രമല്ല, ഈ പണപ്പിരിഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞതുപോലെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ ശബ്ദരേഖ എങ്ങനെ പുറത്തു വന്നു എന്നതുകൂടി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും പർപ്പസ്ഫുള്ളി നിർമ്മിച്ച ഒരു ശബ്ദരേഖയാണോ, അത് ആ അർത്ഥത്തിൽ പുറത്തുവിട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചോദ്യവും അനിമോനോടുണ്ടായി. അനിമോൻ പറഞ്ഞതും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളോടുകൂടി ആയിരുന്നില്ല. ഈ യോഗത്തിൽ ഉണ്ടായ സമ്മർദ്ദം, അതിന്റെ ഫലമായി ഒരു ശബ്ദ സന്ദേശം ഗ്രൂപ്പിലിട്ടിരുന്നു. പണം തരാൻ താല്പര്യമില്ലാത്ത ബാറുടമകളിൽ ആരോ ആണ് ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. അതിന് പിന്നിൽ തനിക്ക് എന്തെങ്കിലും അജണ്ടയോ ലക്ഷ്യങ്ങളോ താല്പര്യമോ ഇല്ല. അങ്ങനെ പുറത്തുവിട്ടവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ആരാണ് ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് എന്ന് തനിക്ക് അറിയില്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങളാണ് അനിമോൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഈ 4 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ മൊഴിയെടുത്തപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഏതായിരുന്നാലും അനിമോൻ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഇതാണ്. മറ്റേതൊക്കെ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ തന്റെ ഭാഗം വിശദീകരിക്കലാണ് അനിമോൻ നടത്തിയതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. സുജ, ഓക്കെ അലമീൻ, അത് ശേഖരിക്കൂ. വളരെ പ്രധാനപ്പെട്ടതാണ് അനിമോന്റെ മൊഴി. അനിമോൻ തന്നെ ഇട്ട ഒരു വോയിസ് ക്ലിപ്പ് അനിമോൻ തന്നെ നിഷേധിക്കുന്നു. എന്നിട്ട് നേരത്തെ എന്താണോ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് പറഞ്ഞത് അത് തന്നെ അനിമോൻ ആവർത്തിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു സന്ദേശം ഇട്ടതിന് പിന്നിലെ കാരണം, ആ സന്ദേശത്തിൽ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയി എന്ന് വരെ അനിമോൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക.